കൗതുകം ലേശം കൂടുതൽ എന്ന് പറഞ്ഞുകൊണ്ട് കൗതുകം ഉള്ള മോട്ടറോളയുടെ എഡ്ജ് 60 സ്റ്റൈലസ്. അതെ, ഫോർ ദ സ്റ്റൈലസ് മേടിച്ചിരിക്കുക. അതെ, ദിസ് ഈസ് ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റ് ഫോർ ദ റെഫറൻസ്. ഫസ്റ്റ് അൺബോക്സിങ്, ബുക്കും പേപ്പറും, സിം ഇജക്ടർ ടൂൾ ഉണ്ട് കേട്ടോ. 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. 68 വാട്ട്സ്. ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിളാണ്. ടൈപ്പ് സി ടു ടൈപ്പ് സി. ഫൈനലി നമുക്ക് ഫോണിലേക്ക് വരാം. സോ വീഗൻ ലെതർ ആണ്. അതെ, വീഗൻ ലെതർ. കർവ്ഡ് അല്ല കേട്ടോ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. ഇനി എല്ലാവരും ആകാംക്ഷയോറും കാത്തിരിക്കുന്ന ഈ സാധനം ഇവിടെ ഉണ്ട് കേട്ടോ. ദിസ് വൺ കൊള്ളാം. കൈൻഡ് ഓഫ് ഒരു ബോൾ പെൻ പോലാണ്. അതായത് അങ്ങനെ എന്താ, ഇതിൻ്റെ ഈ അറ്റം എന്ന് പറയുന്നത് ഒരു പോയിൻ്റി അറ്റം അല്ല, ഒരു കൈൻഡ് ഓഫ് ബോൾ, ഒരു അത്രയ്ക്ക് പോയിൻ്റി അല്ല. കൊള്ളാം. എന്നാലും ഈ സാധനമൊക്കെ നമ്മൾ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് ഹൈലൈറ്റ്, ഇതുകൊണ്ടാണ് കൗതുകം, ഇതിലാണ് കൗതുകം. അതെ, അപ്പോൾ നമ്മൾ സാധനം ആത്മാവ് ഊറ്റിയിട്ട് ബാക്കി ചർച്ച ചെയ്യാം. സോ ഫൈനലി മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസിൻ്റെ ആത്മാവ് ഊറ്റിയിരിക്കുകയാണ്. അതെ, ആത്മാവ് ഊറ്റിയ വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ ആദ്യമേ ഫസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. തുടങ്ങിയാൽ ഫസ്റ്റ് ഓഫ് കോഴ്സ് ബിൽഡ് ആൻഡ് ഡിസൈൻ. സോ ബിൽഡ് ആൻഡ് ഡിസൈനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വീഗൻ ലെതർ ആണ്. അതേപോലെ തന്നെ ടിപ്പിക്കൽ മോട്ടോ ഡിസൈൻ എന്ന് പറയാനുള്ളൂ. എനിക്കൊന്ന് എഡ്ജ് 50 ഫ്യൂഷനും ഈ ഒരു സെയിം പാറ്റേണിലായിരുന്നു. ഒരു കൈൻഡ് ഓഫ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളൊരു രീതിയിലാണ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു എക്സ്ട്രീമായിട്ട് അവർ പണിയെടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ മോട്ടോ ഫോണിലും ഉള്ള ഒരു ട്രേഡ് മാർക്ക് സാധനങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ഈ പറഞ്ഞ വേഗൻ ലെതറും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ല്, അവരുടെ പാൻറ്റോൺ കൊളാബറേഷൻ, അതൊക്കെ കൊള്ളാം. സോ ബിൽഡ് ആൻഡ് ഡിസൈൻ ഈസ് ആൾക്കാരുടെ ഇഷ്ടം പോലെ തന്നെ കൊള്ളാം, കുഴപ്പമില്ല. 8.3 മില്ലിമീറ്റർ തിക്നെസ്സും 189 ഗ്രാമാണ് ഒരു ഫോണിൻ്റെ വെയിറ്റ്. സോ അത്യാവശ്യം സ്ലിമ്മറാണ് കേട്ടോ. ഇനി പോർട്സ് ആൻഡ് ബട്ടൺസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വോളിയം റോക്കോസും പവർ ബട്ടണാണ്. താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3.5mm ജാക്ക് ഉണ്ട്. സർപ്രൈസിംഗ്ലി ടൈപ്പ് സി പോർട്ട് ഉണ്ട്. അതേപോലെ തന്നെ സ്പീക്കർ ഗ്രില്ലുണ്ട്. ഇനി ഓഫ് കോഴ്സ് ദ സ്റ്റൈലസും ഉണ്ട്. അതെ, ഫോർ റൈറ്റിംഗ് പർപ്പസസ്. ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ സിം സ്ലോട്ട് ഉണ്ട്. അത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. ഒരു മെമ്മറി കാർഡ്, ഒരു സിം, അല്ലെങ്കിൽ 2 സിം. സോ ഗുഡ്. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കാണ്. അടുത്തത് നമുക്ക് ഒരു ഫോണിന്റെ ഓഡിയോ ഡിപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യാം. ഓഫ് കോഴ്സ് ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. ക്വാളിറ്റി ഈസ് ഗുഡ്. എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ തോന്നില്ല. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. മീൻസ് വോളിയം ഈസ് ഫൈൻ, ബട്ട് ക്വാളിറ്റി കുറച്ചുകൂടെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. അടുത്തത് നമുക്ക് ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിന്റ് ഫേസ് അൺലോക്ക് ചെക്ക് ചെയ്യാം. സോ ഫസ്റ്റ് ഫിംഗർ പ്രിന്റ്. ഫിംഗർ പ്രിന്റ് അത്യാവശ്യം ഫാസ്റ്റ് ആണ്. ഇനി ഫേസ് അൺലോക്ക്. ഫേസ് അൺലോക്ക് അത്യാവശ്യം ഫാസ്റ്റ് ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അടുത്തിടെ നമുക്ക് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ പറ്റി സംസാരിക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന 6.7 ഇഞ്ചിന്റെ ഒരു 1.5K റെസൊല്യൂഷനുള്ള POLED ഡിസ്പ്ലേ ആണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. 10-bit ഡിസ്പ്ലേ ആണ്. HDR10+ സപ്പോർട്ടഡ് ആണ്. സോ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ കളേഴ്സ് ആണെങ്കിലും ഗുഡാണ്. ഡി ബ്ലാക്സ് എല്ലാ സംഭവം ഉണ്ടല്ലോ. അതൊരു POLED ഡിസ്പ്ലേയുടെ റേഞ്ചിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഔട്ട്ഡോർ വിസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഔട്ട്ഡോർ വിസിബിലിറ്റി അത്യാവശ്യം നൈസായിട്ട് തന്നെയാണ് തോന്നിയത്. മീൻസ് ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ്, ബട്ട് ഇറ്റ്സ് ഗുഡ്. നമുക്ക് ഓക്കെ ആയിട്ട് തോന്നും, അത്രേ ഉള്ളൂ. പിന്നെ റിഫ്രഷിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 60 Hz ഇടായിരിക്കും നല്ലത്. ഐ മീൻ ഓട്ടോ മോഡിലും ഇടായിരിക്കും നല്ലത്. 120 Hz ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ പ്രിഫേർഡ്. സോ ഡിസ്പ്ലേ ഇസ് ഫൈൻ, ഗുഡാണ്. 1.5K റെസൊല്യൂഷൻ ഉള്ളുണ്ട്. സോ കുറച്ചുകൂടെ ഒരു സ്ലൈറ്റ് ഷാർപ്നെസ് ഉണ്ടാവും. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ കുതിര, ഐ മീൻ പെർഫോമൻസിനെ പറ്റി സംസാരിക്കാം. സോ ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന Qualcomm Snapdragon 7S Gen 2 ചിപ്സെറ്റ് ആണ്. അതെ, മോട്ടോ എഡ്ജ് 50 ഫ്യൂഷനകത്തും 7S Gen 2 ആയിരുന്നു. സോ 7S Gen 2 ചിപ്സെറ്റ് ആണ്. ഓഫ് കോഴ്സ് ഇതൊരു സ്റ്റേബിൾ ചിപ്സെറ്റ് ആയിട്ട് Qualcomm തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം മിക്ക ഫോണിൽ ഇതായിരുന്നു. എനിവേ, ഇനി ബെഞ്ച് മാർക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ AnTuTu ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് 6,24,227 ആണ്. ഇനി ഗീക്ക് ബെഞ്ച് സ്കോറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1018 ആണ് സിംഗിൾ കോർ സ്കോർ. 2966 ആണ് മൾട്ടി കോർ സ്കോർ. പിന്നെ CPU ത്രോട്ടിൽ ടെസ്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 87% സ്റ്റെബിലിറ്റി ആണ് എനിക്ക് 15 മിനിറ്റ്സിൽ കിട്ടിയത്. സോ ഇറ്റ്സ് സ്റ്റേബിൾ, അത്യാവശ്യം നല്ലൊരു സ്റ്റേബിൾ റേഞ്ച് എന്ന് വേണേൽ പറയാം. സോ ചിപ്സെറ്റ് ഈസ് ഫൈൻ ആൻഡ് സ്റ്റേബിൾ. ഇനി ഡേ ടു ഡേ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഡേ ടു ഡേ പെർഫോമൻസ് സോ 7S Gen 2 എന്ന് പറഞ്ഞത് ഈ ഒരു ഫോണിൻ്റെ ഒരു ചെറിയൊരു ഡൗൺ സൈഡാണ്. കാരണം
പ്രൈസിന് നമുക്ക് വേറെ ഫോൺസ് വേറെ കമ്പനികൾ 7S Gen 3 തരുന്നുണ്ട്. നോർമൽ യൂസറാണെങ്കിൽ വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകത്തില്ല. സ്ക്രോളിംഗ്, സോഷ്യൽ മീഡിയ, കണ്ടന്റ് കൺസംഷൻ ഇതെല്ലാം നൈസായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നോർമൽ യൂസറൊക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല. വളരെ സ്ലൈറ്റ് ആയിട്ടുള്ള ലാഗ്സ് ഒക്കെ ഞാൻ ഫേസ് ചെയ്തു, ചെറിയ രീതിയിലുള്ള ചെറിയൊരു ഫ്രെയിം ഡ്രോപ്സ് ഒക്കെ ഫേസ് ചെയ്തു. പക്ഷെ അല്ലാതെ അങ്ങനെ മേജർ ഇഷ്യൂസ് ഒന്നും തോന്നില്ല. സോ ഒരു നോർമൽ യൂസർ ആണെങ്കിൽ ഇതൊരു നൈസ് ഓപ്ഷൻ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ഗെയിമിങ്ങിലേക്കൊക്കെ വരണമെങ്കിൽ നമുക്ക് BGMI 60 FPS കളിക്കാൻ പറ്റും. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഹീറ്റിംഗ് ഒന്നുമില്ല കേട്ടോ. ഹീറ്റിംഗ് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഹീറ്റിംഗ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കുറച്ചേരം ഞാൻ ഗെയിം കളിച്ച് നോക്കി. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഗെയിം കളിക്കാം. ഒരു നോർമൽ കാഷ്വൽ ഗെയിം 1 hour 1 അല്ലെങ്കിൽ 2 hours മാക്സ് കളിക്കുന്ന കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഗെയിമിംഗ് ഫോണല്ല. സോ ഹെവി പെർഫോമൻസ് പരിപാടിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല. നോർമൽ യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ എടുക്കാം. പെർഫോമൻസ് വെച്ച് ആ ഒരു നോർമൽ യൂസർ വെച്ച് മാച്ച് ചെയ്യിപ്പിക്കാം. അതാണ്. സോ ഇനിയാണ് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ കാറ്റഗറിയെ പറ്റി സംസാരിക്കേണ്ടത്. ഫസ്റ്റ് തന്നെ പറയട്ടെ, 50 മെഗാ പ്രൈമറി ക്യാമറയാണ്. 13 മെഗാ അൾട്രാ വൈഡ് ആണ്. അതെ, ദാറ്റ്സ് ഗുഡ്. പ്രഹസനമൊന്നുമില്ല, വളരെ സന്തോഷം. 32 മെഗാ ഫ്രണ്ട് ക്യാമറയാണ്. സോ അവിടെ കൊള്ളാം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നമുക്ക് ക്യാമറ ക്ലാരിറ്റിനെ പറ്റി സംസാരിക്കും. സോ ഞാൻ ഈ ഫോൺ വെച്ച് അത്യാവശ്യം കുറച്ച് ലാൻഡ്സ്കേപ്പ് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നോർമൽ മോഡ്, അൾട്രാ വൈഡ്, 50 മെഗാ എന്നിങ്ങനെയായിരിക്കും. സോ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം സാച്ചുറേറ്റഡ്, അതായത് ഐ പ്ലീസിങ് ആയിട്ടുള്ള ഫോട്ടോസാണ്. എന്നാൽ പോലും ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി ലെവൽ നൈസാണ്. എല്ലാം വളരെ കിടിലനായിട്ടാണ് ബാലൻസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഡൈനാമിക് റേഞ്ച് ഒക്കെ നന്നായിട്ട് ബാലൻസ് ചെയ്തിട്ടുള്ളൂ. അതേപോലെ തന്നെ പ്രോസസ്സിങ്ങിലാണ് കാര്യം. മോട്ടോയുടെ പ്രോസസ്സിങ്ങിന് ഞാൻ സമ്മതിച്ചു കൊടുത്തിരിക്കും. കാരണം വ്യൂ ഫൈൻഡറിൽ ചിലപ്പോൾ പൊട്ട ഫോട്ടോ ആയിരിക്കും, പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെ അവർ ലെവലാക്കുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അത്യാവശ്യം നല്ല ഫോട്ടോസാണ്, ഐ പ്ലീസിങ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ യൂസേഴ്സ് അത്ര ക്യാമറയെ പറ്റി അങ്ങനെ ഹെവി ആയിട്ട് ചിന്തിക്കാത്ത ആൾക്കാർക്ക് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നൈസായിട്ട് തോന്നും. അതെന്തായാലും ഇതിനകത്തുണ്ട്. കാരണം അത്രയ്ക്കും കണ്ണ് തള്ളിപ്പിക്കുന്ന രീതിയിലാണ് എൻ്റെ ഫോട്ടോസ് വരുന്നത്. അത്രയ്ക്ക് നൈസായിട്ടുള്ള ഫോട്ടോസാണ്. ഈവൻ ഷാർപ്നെസ് ആണെങ്കിലും ക്ലാരിറ്റി ആണെങ്കിലും എനിക്ക് നൈസായിട്ട് തോന്നുന്നത്. ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ പോർട്രേറ്റ് ഫോട്ടോസും അത്യാവശ്യം നൈസാണ്. അത്യാവശ്യം നല്ല ബ്ലറൊക്കെ ഉണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഈവൻ അൾട്രാ മാക്രോ മോഡൊക്കെ ഇവർക്ക് ഇതിനുണ്ട്, വെച്ച് നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരികയാണെങ്കിൽ ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഫോട്ടോസും അത്യാവശ്യം നൈസാണ്. സ്കിൻ ടോൺ എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും തോന്നുന്നില്ല. സ്കിൻ ടോൺ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ബാലൻസ് ചെയ്യുന്നത്. അതായത് ഒരു ന്യൂട്രൽ ടോൺ ഓഫ് സ്കിൻ ടോൺ ആണ്. അതായത് അത്യാവശ്യം ക്ലോസ് ടു പെർഫെക്ഷനിലേക്ക് വരുന്നുള്ള സ്കിൻ ടോൺ ആണ്. പോർട്രേറ്റിൻ്റെ എഡ്ജ് ഡിറ്റക്ഷനൊക്കെ നൈസായിട്ടാണ് തോന്നിയത്. സോ ഹ്യൂമൻ സബ്ജക്ട്സിൻ്റെ ഫോട്ടോസ് എടുക്കാൻ പറ്റിയൊരു ഫോണും കൂടെയാണ് ഇത്. അതേപോലെ പോർട്രേറ്റ് നിങ്ങൾക്ക് 24-50 ആ ഒരു റേഞ്ചിലുള്ള MMs ഒക്കെ കിട്ടും. 24-30-50 ആണെന്ന് തോന്നുന്നു. അത് 50 ഒരു രക്ഷയില്ല, എന്നാണെന്നറിയത്തില്ല. പക്ഷേ കുറച്ച് സൂംഡ് ആണെങ്കിലും എന്തോ പെർഫെക്ഷൻ 50-ലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. 13 നൈസാണ്. സോ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഇനി നൈറ്റ് ഫോട്ടോസിലേക്ക് നോക്കിയാൽ നൈറ്റ് ഫോട്ടോസ് അത്യാവശ്യം നൈസാണ്. നല്ല പ്രോസസ്സിങ് ആയതുകൊണ്ട് അത്യാവശ്യം ലൈറ്റിനകത്തോട്ട് എടുത്ത് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നോയ്സ് ഒക്കെ കുറയുന്നുണ്ട്, യൂസബിൾ ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ക്യാമറ 32 മെഗാ ആ ഒരു സെൽഫി ക്യാമറയും നൈസാണ്. അങ്ങനെ കൂടുതൽ ഫോണുകൾക്ക് ഞാൻ സെൽഫി ക്യാമറ പോകത്തല്ല, പക്ഷേ ഇതിൻ്റെ സെൽഫി ക്യാമറ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. സ്കിൻ ടോൺസ് ഒക്കെ കുറച്ചുകൂടി ബെറ്ററാണ്, ഡീസൻറ്റ് സ്കിൻ ടോൺ ആണ്, അതേപോലെ തന്നെ ഡീസൻറ്റ് ക്ലാരിറ്റി ഉണ്ട്. സോ സെൽഫിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നൈസായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. സോ ഇതിൻ്റെ ക്യാമറ എന്ന് പറഞ്ഞൊരു ഗുഡ് ലെവൽ റേഞ്ചാണ്. എബോ ആവറേജിൻ്റെ മേളിലും ഗുഡിൻ്റെ ആ ഒരു അടുത്തും വേണമെങ്കിൽ ഒരു ഗുഡ് എന്ന് വേണേൽ പറയാം. സോ ഒരു ഗുഡ് എന്ന് തന്നെ പറയാം, അത്രേ ഉള്ളൂ. അതായിരിക്കും ബെറ്റർ. ഇനിയിപ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 4K at 60 FPS നിങ്ങൾക്ക് ബാക്കിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്നുള്ള 4K at 60 FPS വീഡിയോ ഫുട്ടേജ്. സോ അത്യാവശ്യം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. നമ്മൾ ഓടിയാലും ഫുട്ടേജ് അത്യാവശ്യം സ്റ്റേബിളാണ്. ആൻഡ് ലൈറ്റ് നന്നായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 4K 30 FPS കിട്ടും. നോട്ട് ദ പോയിന്റ്. ചില ബ്രാൻഡുകളെ പോലെ 1080p തരുന്നില്ല. ഇവിടെ 4K ഉണ്ട്, സന്തോഷം. സോ ഇതാണ് നമ്മുടെ മോട്ടോ എഡ്ജ് 60 സ്റ്റൈലസ് എന്നുള്ള ഫ്രണ്ട് വീഡിയോ ഫുട്ടേജ്, 4K 30 FPS. സോ അത്യാവശ്യം സ്റ്റേബിളാണ്. ഓടിയാലും അത്യാവശ്യം സ്റ്റേബിളാണ്. സോ ഓവറോൾ സെൽഫിയും എനിക്ക് കുഴപ്പമില്ലാന്ന് തന്നെ തോന്നി. സോ ഓവറോൾ ഞാൻ ക്യാമറയെ പറ്റി പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ ഗുഡ് ക്യാമറ സെറ്റപ്പാണ്. മോസ്റ്റ്ലി ഐ പ്ലീസിങ് ഫോട്ടോസാണ്, കുറേ പേർക്ക് ഇഷ്ടപ്പെടും. ഇനി ക്യാമറ എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ ക്യാമറ കാര്യമായിട്ട് നോക്കുന്നവർക്ക് നിങ്ങൾക്ക് ആ ഒരു സാച്ചുറേഷൻ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്തുന്നുണ്ട്. പക്ഷേ ആസ് എ നോർമൽ യൂസർ എനിക്കിതിൻ്റെ ക്യാമറ അത്യാവശ്യം നൈസായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നുമില്ല. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് ബട്ട് ഇറ്റ്സ് ഗുഡ്. വെരി ഗുഡ് എക്സലൻ്റ് ഒന്നുമല്ല, എബോ ആവറേജിൻ്റെ മുകളിലുള്ള ഗുഡിലാണ്. ഗുഡ്. ഞാൻ അങ്ങനെയാണ് സ്കെയിൽ വെക്കുന്നത്. വെരി ബാഡ്
പിന്നെ എബോവ് ആവറേജ്, ഗുഡ്, വെരി ഗുഡ്, എക്സലൻറ്റ്. പിന്നെ എബോവ് ആവറേജിന് തൊട്ട് മേളിൽ വേണം ഒരു ഡീസൻറ്റും വെക്കാം. പക്ഷേ ഇത് ഗുഡാണ്, നോട്ട് ദ പോയിന്റ്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെ പറ്റി സംസാരിക്കും. ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ഓൺ ഹെലോ UAE ആണ്. പിന്നെ മറ്റേ തിങ്ക് പാഡിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യമായിട്ട് ചർച്ച ചെയ്യാനുണ്ട്. സോഫ്റ്റ്വെയർ ഈസ് ഓഫ് കോഴ്സ് മോട്ടറോള സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. അപ്ഡേറ്റ്സ് വരത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ സോഫ്റ്റ്വെയർ ഈസ് ഗുഡ്. ഓൾസോ ദ സർവീസ് സോഫ്റ്റ്വെയർ ഈസ് ഫൈൻ. എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ ബ്ലോട്ട്വേഴ്സിൻ്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ബാക്കി കുറേ ചൈനീസ് അണ്ണന്മാരെല്ലാം കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്നാൽ പോലും നമുക്ക് ഏറെക്കുറെ 8 ബ്ലോട്ട്വേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ഫേസ്ബുക്ക് ലിങ്ക്ഡിൻ ഞാൻ വിട്ടു, പോട്ടെ. ബാക്കി 3 5 ഉണ്ട്. ബോൾ പോട്ട് ബസിൽ, കളർ അഡ്വഞ്ചർ, ബ്ലോക്ക് ബ്ലാസ്റ്റ്, അതില്ലാത്തൊരു കമ്പനിയില്ല കേട്ടോ. ഐസ്ക്രീം, ഗസ് ദർ, വായിക്കാൻ പറ്റത്തില്ല, ഗസ് ദർ ആൻസർ, അതെ, അങ്ങനെ കുറച്ച് ചവർ സാധനങ്ങളുണ്ട്. ചവർ നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷേ അവർ തന്നു, ബ്ലോട്ട്വേഴ്സ് അവർ തന്നു. പക്ഷേ ഓക്കെ, ഞാനങ്ങനെ കൂടുതൽ പറയുന്നില്ല. കാരണം അങ്ങനെ വലിയ പ്രശ്നങ്ങളായിട്ടുള്ള, ബാക്കി ചൈനീസ് ബ്രാൻഡ്സ് വരുന്ന പോലെ പ്രശ്നങ്ങളായിട്ടുള്ള ബ്ലോട്ട്വേഴ്സ് ഇല്ല. സോഫ്റ്റ്വെയർ ഈസ് ഓവറോൾ നൈസ്. എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യം നല്ല UAE ആണ്. അതുപോലെ നിങ്ങൾക്ക് അത്യാവശ്യം കുറേ കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും. ഈവൻ സ്റ്റോക്കിൽ തന്നെ ഇവർ കുറേ കസ്റ്റമൈസേഷൻ തന്നിട്ടുണ്ട്. സോ സോഫ്റ്റ്വെയറിനകത്ത് എനിക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് ഒന്നും പറയാൻ പറ്റുന്നില്ല. പിന്നെ AI ഫീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. AIയുടെ കുറേ സംവിധാനങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇമേജിൻ്റെ മറ്റേ മാജിക് എറേസർ തുടങ്ങിയ കുറേ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ജെമിനി വെച്ചുള്ള, അത് ഗൂഗിളിൽ തന്നെ കേട്ടോ, ജെമിനി വെച്ച് മറ്റേ AI ജനറേറ്റീവ് ആ ഒരു സാധനം, ഫോട്ടോ ജനറേഷനൊക്കെ ഉണ്ട്. ഇനി നമുക്ക് സംസാരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു സാധനം ഇത്രയും പ്രൈസ് കുറച്ച്, അതേപോലെ തന്നെ ഇതിനകത്ത് പ്രൊസസ്സർ ചെറിയ രീതിയിൽ കോംപ്രമൈസ് ചെയ്ത് കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് ഈ ചെറിയൊരു സാധനം, ഈ പേന പോലിരിക്കുന്ന ഈ ഐറ്റം. പക്ഷെ പറയാതിരിക്കാൻ മേല കേട്ടോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നത് കേട്ടോ. പേഴ്സണലി ശരിക്കും ഇഷ്ടപ്പെട്ടിരിക്കുക. കാരണം ഫോർ ദ പ്രൈസ് ഇങ്ങനൊരു സാധനം തരുന്നു. ഇതൊരു കൂൾ ഐറ്റം കേട്ടോ, ചുമ്മാ അറിയുന്നില്ല. എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസിനെ പറ്റി ആദ്യം പരിചയപ്പെടുത്താം. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് റൈറ്റ് എ നോട്ട് എന്ന് പറഞ്ഞാൽ, റൈറ്റ് എ നോട്ട് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, എന്തെങ്കിലും നോട്ട്സൊക്കെ എഴുതി വെക്കാം. എൻ്റെ സൈൻ ഒരു 10 തവണ ഞാൻ വരച്ചിട്ടുണ്ട് ഇതിനകത്ത്. കാരണം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ചുമ്മാ രസമാണ്. ഇതിൻ്റെ ടിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എക്സ്ട്രീം ഒരു പോയിൻ്റ് ടിപ്പല്ല, ഒരു ബോൾ കൈൻഡ് ഓഫ് ടിപ്പാണ്. പക്ഷേ സ്മൂത്താണ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ റൈറ്റ് ചെയ്യാനൊക്കെ. ഇവിടെ തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഒരു കീബോർഡിൻ്റെ ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് അത് ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ആവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ജസ്റ്റ് എന്ത് ടൈപ്പ് ചെയ്താലും അത് കീബോർഡിൽ ടെക്സ്റ്റിലേക്ക് കൺവേർട്ട് ആയിട്ട് വന്നോളും. സോ ഇറ്റ്സ് ഗുഡ്. പിന്നെയുള്ള ഇതൊരു ഫീച്ചറാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടോ നോട്ട് ഉണ്ട്. അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് മോട്ടോ നോട്ട്. പിന്നെയുള്ള സ്ക്രീൻഷോട്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻസ്റ്റൻറ്റ് സ്ക്രീൻഷോട്ട് കിട്ടും. അതാണ് ഈ ഒരു ഓപ്ഷൻ്റെ ഗുണം. ഇനി അടുത്താണ് ഫ്രീ ഫോം ക്രോപ്പ്. അതായത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണോ ക്രോപ്പ് എടുക്കണം, അത് ജസ്റ്റ് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഭാഗമാണോ അതിങ്ങനെ ചുമ്മാ എന്തേലും സൈസ് എന്തേലും രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്രോപ്പ് എടുക്കാൻ പറ്റും. കൊള്ളാം, കുഴപ്പമില്ല. പിന്നുള്ളതാണ് സ്കെച്ച് ടു ഇമേജ്. ഇത് കൊള്ളാം കേട്ടോ, ഇത് അടിപൊളി സാധനമാണ്. അതായത് ഇത് ജസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ഒരു പടം വരയ്ക്കുന്നു, അതിനെ നിങ്ങൾക്ക് ഇമേജായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ തവണ വരച്ചത് പണ്ടത്തെ നമ്മൾ കൊച്ചിലെ വരച്ചുകൊണ്ടിരുന്ന കാറാണ്. 2 വീലും പിന്നെ ഇത് കണ്ടോ. ഇത് നമ്മൾ ജനറേറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. പക്ഷേ അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ വരും. അതെ, വലിയ കുഴപ്പമില്ലെന്നല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം തന്നെ. നമ്മൾ വരയ്ക്കുന്ന പോലെ ഇരിക്കും അതിൻ്റെ ജനറേറ്റീവ്. കണ്ടോ, ഞാൻ ചെറിയൊരു ചോട്ടാക്കാർ വരച്ച് എനിക്ക് അംബാസഡർ തിരിച്ചു വന്നു. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു അടിപൊളി സാധനമാണ്. പിന്നുള്ളത് ലാസ്റ്റത്തെ ഫീച്ചർ, ഹാൻഡ് റൈറ്റിംഗ് കാൽക്കുലേറ്റർ. അതായത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ജസ്റ്റ് ഇവിടെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ സോൾവ് ചെയ്തോളും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ √5 എന്ന് കൊടുത്താൽ 2.2 എന്ന് വരും. ഇവിടെ വെറുതെ sin 30 ഈക്വൽസ് എന്ന് കൊടുത്താൽ sin 30യുടെ വാല്യൂ വരും. അത്രേ ഉള്ളൂ. സോ ഇറ്റ്സ് ഗുഡ്. സോ മാത്തമാറ്റിക്സ് ആൾക്കാർക്ക് നോക്കാം. എന്തായാലും ഇത് വെച്ച് എക്സാമിൽ കയറ്റാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് നോട്ട് ഗുഡ്. ചുമാറാണ്. സോ ഈ സാധനം വെച്ച് നിങ്ങൾക്ക് കുറച്ച് മാത്തമാറ്റിക്സ് ഒക്കെ പഠിക്കാം. അതായത് ഈ ഒരു സാധനം കൊണ്ട് തന്നെ ഇവർക്ക് കുറച്ച് ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പറ്റി. അത് അടിപൊളിയാണ്. എസ്പെഷ്യലി നോട്ട് എടുക്കുന്ന ഫീച്ചറും ചുമ്മാ പടമൊക്കെ വരയ്ക്കാം, രസമാണ്. ഇത് കൈ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തന്നെ ഒരു രസമാണ്. മീൻസ് ഞാനൊരു കൂടുതൽ അങ്ങനെ തള്ളിപ്പറയുമല്ല, പക്ഷേ ഇതൊരു വേറെ ഫീലാണ്. മീൻസ് ഈ ഒരു സാധനത്തിന് വേണമെങ്കിൽ ഇത് മേടിക്കാൻ സജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണൊരു പ്രത്യേകത. ബട്ട് സ്റ്റിൽ എല്ലാം നോക്കണം. എന്നാലും സംഭവം കൊള്ളാം കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. അവരൊരു വെറൈറ്റി ശ്രമിക്കുന്നു. മോട്ടോ എന്തൊക്കെയോ വെറൈറ്റി ശ്രമിക്കുന്നു. ആൻഡ് അപ്രീഷിയേറ്റ് ദാറ്റ്. അടുത്താണ് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സെൻസേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ സെൻസേഴ്സും ഉണ്ട്. കണക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ കരിയർ അഗ്രിഗേഷൻ ഉണ്ട്. 5G+ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്ക് നോക്കുകയാണെങ്കിൽ നോർമൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, ലീനിയർ മോട്ടറാണെന്ന് തോന്നുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹാപ്റ്റിക് ഫീഡ്ബാക്ക് തരുന്നുണ്ട്. അങ്ങനെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ഇവരുടെ ജസ്റ്റർ മീൻസ് ഈ ഒരു ഹാപ്റ്റിക്കിന് എൻജിൻ
വളരെ നല്ല രീതിയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ എന്താ യു ഐയിലൂടെ ഇങ്ങനെ ഇൻ്റർഫിയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഹാപ്റ്റിക്കിൻ്റെ. സോ ഇറ്റ്സ് ഗുഡ്. ഇനി ഫൈനലി ബാറ്ററിയിലേക്ക് വരണമെങ്കിൽ 5000 mAh ബാറ്ററിയും 68 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ പെട്ടിയിൽ കിട്ടുന്നുണ്ട്. ഏറെക്കുറെ 45 മിനിറ്റ് കൊണ്ട് ഈ ഒരു ഫോൺ ഫുൾ ചാർജ് ആയി 13 to 100%, അബൌട്ട് 40 to 45 മിനിറ്റ്സിൽ ഫുൾ ചാർജ് ആയി. ഐ എം ഇംപ്രസ്ഡ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ബാറ്ററി ബാക്കപ്പ് എന്തായാലും വൺ ഡേ എന്തായാലും കിട്ടും, കാരണം സോഫ്റ്റ്വെയർ ഇസ് ഗുഡ്. സോ വൺ ഡേ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ബാറ്ററി ബാക്കപ്പ് ഈസ് ഫൈൻ. കൺക്ലൂഷനിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഫോണിന്റെ പ്രൈസിനെ പറ്റി തുടങ്ങണം. പ്രൈസ് 23,000 ആണ്. 8256 23,000 ആണ്. ഒറ്റ വേരിയന്റ് ആണ്. ഓഫറിൽ നിങ്ങൾക്ക് 22,000 കിട്ടും. ഫോർ 22,000 ദിസ് ഈസ് എ ഗുഡ് ഫോൺ. ഈ ഒരു സ്റ്റൈലസ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നവർക്ക്, പേഴ്സണലി ഞാൻ മീൻസ് ഇപ്പോൾ കാശില്ലാത്തതുകൊണ്ടാണ്, ഇല്ലായിരുന്നേ ഞാനിത് ഒന്ന് നോക്കിയാണ്. കാരണം ചില സമയത്ത് നമുക്ക് ഒരു ഐഡിയ ഒക്കെ വരാൻ നിർത്തി ടൈപ്പ് ചെയ്യുന്നതിലൊരു രസം, ഇതിങ്ങനെ എഴുതി വെക്കുന്ന ചിലർക്ക് അത് ഉണ്ടാവാം. ഇപ്പം പെട്ടെന്ന് ബുക്കും പേനയും കിട്ടില്ല, കയ്യിലെപ്പോഴും ഫോൺ ഉണ്ടല്ലോ, ഇത് വെച്ച് എഴുതിയെടുക്കുന്നത് മീൻസ് നോട്ട്സ് ഒക്കെ എഴുതുന്നത് അതൊരു രസമാണ്. സോ അങ്ങനെയുള്ള ഒരു ആവശ്യക്കാർക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫോൺ. എല്ലാവരെയും ഞാൻ ടാർഗറ്റ് ഇല്ല, ഫോർ ഗെയിമേഴ്സ് ഞാൻ പറയത്തില്ല. അതേപോലെ തന്നെ കുറച്ചുകൂടെ പെർഫോമൻസ് വേണ്ട നോർമൽ യൂസേഴ്സിനെ അത് പറയത്തില്ല. എക്സ്ട്രീം ക്യാമറ വേണ്ടവരോട് ഞാൻ പറയത്തില്ല. പക്ഷേ ഈ ഒരു സാധനം യൂസിന് വേണ്ടവർക്ക്, അതായത് ഈ ഒരു സ്റ്റൈലസ്, അതേപോലെ തന്നെ ബാക്കി സാധനങ്ങൾ ഓവറോൾ കൈൻഡ് ഓഫ് ഒരു ഓൾറൗണ്ടർ, എന്നാൽ നോട്ട് പെർഫെക്റ്റ്, എല്ലാ പോയിൻറ്റും പെർഫെക്റ്റ് അല്ല, പക്ഷേ കൈൻഡ് ഓഫ് ഓൾറൗണ്ടർ. അതേപോലെ തന്നെ ഈ ഒരു സാധനം, ഇതാണ് ഇതിൻ്റെ ഒരു പ്ലസ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. സോ ഇപ്പം എൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് താല്പര്യമുണ്ട്. കാരണം എനിക്കൊരു താല്പര്യമുണ്ട്, കാരണം ഈ ഒരു നോട്ട്സൊക്കെ എടുത്ത് എഴുതുന്ന എനിക്കൊരു അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ ഈ പറഞ്ഞ പോലെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിലെ ആ ഒരു S Pen ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് ഞാൻ ഫസ്റ്റ്ലി ട്രൈ ചെയ്യുന്നത്. സോ ഫോർ ദ റെഫറൻസ്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇനീഷ്യലി തോന്നിയത് കൊള്ളാം, സംഭവം കൊള്ളാം, വെറൈറ്റിയാണ്. പക്ഷേ ബാക്കി ആസ്പെക്ട്സ് കൂടെ നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സാധനത്തിന് കുറച്ച് പ്രിഫറൻസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇത് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഓരോ കാറ്റഗറി വെച്ച് അനലൈസ് ചെയ്യേണ്ടി വരും. അതായത് ക്യാമറ എക്സ്ട്രീം വേണമെങ്കിൽ വേറെ ഫോൺ നോക്കണം, എക്സ്ട്രീം പെർഫോമൻസ് വേണമെങ്കിൽ നോക്കണം, അങ്ങനെ. പക്ഷേ ഇത് ഓവറോൾ ഒരു നല്ല പാക്കേജാണ് വിത്ത് ദിസ്. അതായത് ഈ ഒരു അഡ്വാൻറ്റേജിന് കൂടെ ബാക്കി സാധനങ്ങൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലത് കിട്ടുന്നു. അതാണ്. ഇനി കൂടുതൽ തള്ളിക്കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടോ തന്ന ഫോണാണെന്ന് പറയും. ഇത് ഇന്ത്യൻ റീറ്റെയിൽ യൂണിറ്റാണ്, കാശ് എടുത്ത് മേടിച്ചാണ്. സോ മോട്ടോ തള്ളിയിട്ടില്ല, മോട്ടോ ഈ ചാനൽ കണ്ടിട്ടുമില്ല. ശുഭദിനം. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും